ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഫൈസൽ സി എ, വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ ദിനേന എന്നോണം സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുടെയും വർക്ക്ഷോപ്പുകളുടെയും ഭാഗമായിട്ട് ഒരു നോളജ് ഷെയറിങ്ങിന്റെ ഭാഗമായിട്ട് വ്യത്യസ്ത വെബിനാറുകൾ, കൗൺസിലിംഗ്, സ്കിൽ ഡെവലപ്മെന്റ്, സൈക്കോ തെറാപ്പികൾ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ അധികരിച്ചുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും വെബിനാറുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ന് ലൈഫ് സ്കിൽസിനെ കുറിച്ചിട്ട് ഉള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. റെലവൻസ് ഓഫ് ലൈഫ് സ്കിൽസ് ഇൻ ചിൽഡ്രൻ, കുട്ടികളിൽ ലൈഫ് സ്കിൽസ് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും ഇന്ന് നമ്മൾ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, WHO ഒക്കെ പുറത്തിറക്കിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ലൈഫ് സ്കില്ലുകൾ, ഓരോ മനുഷ്യനും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുകളുണ്ട്. ഈ സ്കില്ലുകൾ പലപ്പോഴും ഇല്ലാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലൈഫിനെ കൃത്യമായിട്ട് മുന്നോട്ട് നയിക്കാൻ പറ്റാതെ പോകുന്നു. അപ്പോൾ ലൈഫ് സ്കിൽസുകൾ തീർച്ചയായിട്ടും ഓരോ മനുഷ്യനിൽ രൂപപ്പെടേണ്ടതും രൂപപ്പെടുത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ വിശേഷിച്ചും കുട്ടികളിൽ, വളർന്നു വരുന്ന കുട്ടികളിൽ ലൈഫ് സ്കിൽസിന്റെ അപര്യാപ്തത പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നുണ്ട്. ലൈഫ് സ്കില്ലിന്റെ അഭാവം മൂലം കുട്ടികൾ പ്രയാസപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലില്ലാത്തതിന്റെ ഒരു പ്രശ്നം, അവർക്ക് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരിൽ എത്രത്തോളം ഉണ്ടാകേണ്ടതുണ്ട്, അതിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട്, അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ടാക്കിൾ ചെയ്യാം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് ദ റെലവൻസ് ഓഫ് ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ ഇൻ ചിൽഡ്രൻ എന്ന ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ട് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തുന്നത് സമീറ എസ്, ഇമോഷണൽ ഇന്റലിജൻസ് എക്സ്പേർട്ടും പേഴ്സണൽ ഗ്രോത്ത് മെന്ററുമാണ്. അപ്പോൾ സമീറ മാമിന്റെ ആ ഒരു അവതരണത്തിലൂടെ നമുക്ക് അത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാനും പഠിക്കാനും ഒക്കെ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു സെഷന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് അതിന്റെ Q&A സെഷൻ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പിരിയാം. നാളെ ഇതേ സമയത്തല്ല, 8:30 നമുക്ക് സ്കീമ തെറാപ്പി, സൈക്കോ തെറാപ്പിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തെറാപ്പിയാണ് സ്കീമ തെറാപ്പി. സ്കീമ തെറാപ്പിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെഷൻ നാളെ 8:30 ഉണ്ടായിരിക്കും. നമ്മുടെ അക്കാദമിയുടെ പ്ലാറ്റ്ഫോമുകളിൽ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യും. താല്പര്യപ്പെടുന്നവരൊക്കെ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഫ്രീ വെബിനാറുകളുടെ റെക്കോർഡുകളെല്ലാം യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. വിംബിൾ അക്കാദമി എന്ന് യൂട്യൂബ് ചാനലിൽ അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒത്തിരി കൗൺസിലിംഗ്, സൈക്കോ തെറാപ്പി ട്രെയിനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും വളരെ സന്തോഷങ്ങൾ അറിയിക്കുന്നു, സ്നേഹങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന സമീറ മാമിനെ വളരെ സന്തോഷത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. മാം ദുബായിൽ നിന്നാണ് ഇപ്പോൾ നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ മാമിനെ ഈ ഒരു സെഷൻ പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ ഫൈസൽ സാറേ, ഇത് 1 hour ആ ടൈം ആവുമ്പോ എന്നോടൊന്ന് പറയണേ. ചിലപ്പോ അങ്ങനെ ഞാൻ മറന്നു, ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ടൈം ചിലപ്പോ ഞാൻ മറന്നു. ഓക്കെ, ഹലോ, ഞാന് സമീറ, സൈക്കോളജിസ്റ്റ് ആണ്. ആരൊക്കെയുള്ള ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ആക്കോ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഞാൻ സമീറ, സൈക്കോളജിസ്റ്റ് ആണ്. മഞ്ചേരിയിലാണ് നാട്ടില്. അവിടെ നാട്ടിൽ എൻ്റെ സ്വസ്തി എന്നുള്ള പേരിൽ എനിക്കൊരു ക്ലിനിക്കൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 4 മാസമായിട്ടുള്ളൂ ഇവിടെ എത്തിയിട്ട്, ദുബായിൽ എത്തിയിട്ട്. ഇവിടെ ഒരു ക്ലിനിക്കൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള
അതിന്റെ പ്രോസസ്സിങ്ങിലാണ്, ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങിലാണ്. ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളമായി ഈ ഫീൽഡിൽ. ഓഡിബിൾ അല്ലേ? യെസ് മാം. എനിക്കിത് ആരെയും കാണാത്തോണ്ടേ വീഡിയോ ഒന്നുമില്ല. ഓക്കെ, 10 വർഷത്തോളായിട്ട് ഈ ഫീൽഡിലുണ്ട്. ട്രെയിനിങ് ഫീൽഡിലും കൗൺസിലിംഗ് മേഖലയിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ലൈഫ് സ്കില്ല്. ലൈഫ് സ്കില്ലിനെ കുറിച്ചിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ലൈഫ് സ്കിൽ എന്താണെന്നുള്ളത് അറിയോ? ലൈഫ് സ്കില്ലിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയുന്ന, നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് 10 ലൈഫ് സ്കില്ലുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ 10 ലൈഫ് സ്കില്ലുകൾ നമ്മുടെ കുട്ടികളിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നതാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഇന്നൊരു ചർച്ച ചെയ്യുന്നത്. ഭയങ്കരമായിട്ടൊരു ക്ലാസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല, നമ്മൾക്ക് കുറച്ച് ഇന്ററാക്ട് ചെയ്തിട്ട് നന്നായിട്ട് പോവാം. അപ്പോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഓൺലി ഹോസ്റ്റ് ഷെയർ ദിസ് മീറ്റിംഗ് എന്ന് പറയുന്നു. ഫൈസൽ സർ, ഹലോ. ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും കാണണ്ടല്ലോ അല്ലേ? യെസ് മാം, യെസ് മാം. ഓക്കെ, ഇതറിയോ? ഹൈറാർക്കി നീഡ് തിയറി കേട്ടിട്ടുണ്ടോ? നമുക്ക് ബേസിക് ആയിട്ട് ഒരുപാട് നീഡ്സ് ഉണ്ട്. അതിലെ അത് മാഷ്ലോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് അതിനെ ഡിഫൈൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തിയറി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ബേസിക് ആയിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും ഒരു തിയറിന്റെ കോണ്ടസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ നീഡാണ് ബയോളജിക്കൽ നീഡ്. അതിൽ ഫുഡ്, വെള്ളം, വായു, ഭക്ഷണം എല്ലാം നമ്മുടെ ഒന്നാമത്തെ ബയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡിൽ വരുന്ന കാര്യമാണ്. രണ്ടാമത്തെ നീഡാണ് സേഫ്റ്റി, സെക്യൂരിറ്റി. നമ്മൾ പറയാം വീട്, കുട, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സേഫ് ആക്കുന്ന നീഡുകളാണ് രണ്ടാമത്തെ നീഡ്. മൂന്നാമത്തെ നീഡ് എന്ന് പറയുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് അല്ലെ? എല്ലാവരും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവിടെ ആ നീഡാണ് ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്. ഈ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡിലാണ് നമ്മുടെ മാരേജ് എന്നതിനെ കുറിച്ചുള്ള ആവശ്യകത, നമുക്കൊരു റിലേഷൻഷിപ്സുകൾ, ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം ഈ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സിലാണ് വരുന്നത്. മൂന്നാമത്തെ നീഡാണ് സെൽഫ് എസ്റ്റീം. അതായത് മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ, അതല്ലെങ്കിൽ ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടിയാൽ, നമുക്ക് ഒരു മിഠായി ഗിഫ്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു മിഠായി നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയാൽ നമുക്ക് വളരെ സന്തോഷമാണ് അല്ലേ? അതാണ് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്, ഇത് ഞാൻ ചെറിയൊരു കാര്യമേ പറഞ്ഞുള്ളൂ. നമുക്ക് വളരെ സന്തോഷമാണ് ഒരു മിഠായി കിട്ടിയാൽ. അതുപോലെ തന്നെ ആരെങ്കിലും ഇന്ന് നിന്നെ കാണാൻ അടിപൊളിയാണ്, നിന്റെ ലുക്ക് കൊള്ളാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഇന്ന് നിന്നെ കാണാൻ ഒരു ഇതില്ലെന്ന്, എന്ത് കോലത്തിലാ വന്നിക്കണേന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഭയങ്കര വിഷമാണ്. ഇതൊക്കെ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെയാണ് ബാധിക്കുന്നത്. നമ്മുടെ നേട്ടങ്ങൾ അത് ബാക്കിയുള്ളവരെ അല്ലെങ്കിൽ സൊസൈറ്റീനെയൊക്കെ അറിയിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഈ സെൽഫ് എസ്റ്റീം നീഡിൽ ഒരു കുഴപ്പമുണ്ട്. ഇത് നമുക്ക് വേണ്ടതാണ് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഒരു ബേസിക് നീഡിൽ പെട്ടത് തന്നെയാണ്. പക്ഷെ നമ്മളിൽ കുറേ പേര് ഈ സെൽഫ് എസ്റ്റീമിൽ മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടണം, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നല്ലത് പറയണം എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പീപ്പിൾ പ്ലീസറായിട്ട് നിൽക്കാനൊക്കെ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ? നമുക്ക് സൊസൈറ്റി, സമൂഹം നമ്മളെ നല്ലത് പറയണം, അല്ലെങ്കിൽ വീട്ടുകാർ നമ്മളെ നല്ലത് പറയണം. ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആകുമ്പോൾ അവരും കുറെ
ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഈ സെൽഫ് എസ്റ്റീം നീഡിൽ പലപ്പോഴും നമ്മുടെ മക്കളൊന്നും നമ്മളെ പാരൻസിനെ കൊണ്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ കൊണ്ടൊക്കെ നല്ലത് പറയിക്കണമെന്നൊന്നും അവരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ പാരൻസിന് അത് എപ്പോഴും വേണ്ടി വരും നമ്മുടെ മക്കളെ കുറിച്ച് നല്ലത് പറയണം, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഈ സെൽഫ് എസ്റ്റീം നീഡിൽ നമ്മളിൽ ഭൂരിപക്ഷം പേരും ഈ സെൽഫ് എസ്റ്റീം നീഡിൽ സ്റ്റക്കായി നിൽക്കുന്നവരാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുക മീൻസ് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചില ആളുകൾ ഈ ഇതിന്റെ നമ്മുടെ പേരിന്റെ മുന്നിൽ ഡോക്ടർ എന്ന് വരാൻ വേണ്ടിയിട്ട് എഫേർട്ടൊന്നും ഇടാതെ PhDക്ക് ചില യൂണിവേഴ്സിറ്റികളുണ്ട്, ചില പ്രൈവറ്റ് ഫേമുകളൊക്കെ നമുക്ക് കുറച്ച് എന്തെങ്കിലും പൈസയൊക്കെ കൊടുത്താൽ, ക്യാഷൊക്കെ കൊടുത്താൽ നമുക്ക് PhD ഒക്കെ തരുന്നത്. അപ്പൊ ആ പേരിന്റെ അപ്പുറത്ത് ആ ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു PhD ചെയ്യണമെങ്കിൽ എത്ര എഫേർട്ട് ഇടണം. JRF എഴുതി അത് കിട്ടി, അത് പിന്നെ ഒരുപാട് അതിന്റെ കോഴ്സ് വർക്ക് ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടൊക്കെയാണ് ഒരു PhD കിട്ടുക. പക്ഷെ ഈ ഡോക്ടർ എന്നുള്ള പേര് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുത്ത് കാര്യങ്ങൾ വാങ്ങിക്കുക. നമ്മൾ ഒരുപാട് എന്താ പറയാ, നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് കുറെ ബ്രാൻഡിന്റെ പിന്നാലെ പോകുന്നത് ഒക്കെ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്നതും ഒരുപാട് നമുക്കിഷ്ടമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം ഈ സെൽഫ് എസ്റ്റീമിൽ നമ്മൾ ആ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും നമുക്ക് സെൽഫ് എസ്റ്റീം വേണം, ഒരു പരിധി വരെ നമുക്ക് സെൽഫ് എസ്റ്റീം വേണം. നമ്മൾ മറ്റുള്ളവർക്ക് ബഹുമാനം നമ്മൾ കൊടുക്കുകയും തിരിച്ച് ബഹുമാനം നമ്മൾ അർഹിക്കുന്നത് തന്നെയാണ്. ഇപ്പോ നമ്മൾ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരുപാട് ലൈക്ക് കിട്ടുന്നത്, സമ്മാനങ്ങൾ, നമ്മൾക്ക് കുറെ വ്യൂവേഴ്സ് വരുന്നത്, ഫോളോവേഴ്സ് വരുന്നതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ലെ? ആണോ? വേണോ? ഹലോ, ഒരുപാട് ഒരു ഫോട്ടോ ഇട്ടാൽ അതിന് എത്ര ലൈക്ക് കിട്ടി, എത്ര പേര് കണ്ടു എന്നുള്ളത് നോക്കൂലേ? ഞാൻ നോക്കൂ, നിങ്ങൾ നോക്കുവോ? അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടാൽ, ഒരു പോസ്റ്റ് ഇട്ടാൽ എത്ര ഷെയർ പോയി എന്നൊക്കെ നിങ്ങളൊക്കെ നോക്കൂ? നോക്കൂ. ഓക്കെ. അപ്പോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് മൈ ഇൻസ്റ്റാഗ്രാം ID ഈസ് സമീറ ഷിബു. ഫോളോ ചെയ്യല്ലോ അല്ലേ? ഹലോ, എന്താണ് ആരുടെ ഒരു റിപ്ലൈ വരാത്തെ? സമീറ ഷിബു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ലീവ് ഇറ്റ്. ഞാൻ ജസ്റ്റ് തമാശ പറഞ്ഞാണ്. അടുത്തതായിട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ആ സെൽഫ് ആക്ച്വലൈസേഷനിലാണ് നമ്മുടെ ആ ഹൈറാർക്കി നീഡ് തിയറി നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൽ ഏറ്റവും പീക്കിൽ വരുന്ന നമ്മുടെ ഒരു നീഡാണ് ഇതിന് സെൽഫ് ഫുൾഫിൽമെന്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ, അതില് എനിക്ക് എന്താ വേണ്ടേ, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, എൻ്റെ ഇഷ്ടം എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടരുണ്ട്. സെൽഫ് ആക്ച്വലൈസേഷൻ, എൻ്റെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, എൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ. നമ്മളിൽ മിക്ക ആളുകളും ഒരു 60-70% ആളുകളും ഈ എസ്റ്റീം നീഡിൽ കുരുങ്ങി കിടക്കുന്നവരാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ പാഷന് വേണ്ടി, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു ഫുൾഫിൽമെന്റ്, ലൈഫിൽ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മൾ ഒരിക്കലും എല്ലാ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഫുൾഫിൽമെന്റിലേക്ക് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം അത് എത്തുന്നില്ല. അതൊരു ജേർണിയാണ്. അത് നമ്മൾ ആ സെൽഫ് എസ്റ്റീമും കടന്നു പോയി അതിലേക്ക് നമ്മളൊരു കൃത്യമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട്, ആ ഗോൾ എന്തോ ആവട്ടെ, ഓരോരുത്തർക്കും ഓരോ ഗോളായിരിക്കും. ഇപ്പോ നന്നായിട്ട് വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, മക്കളെ നന്നായിട്ട് നോക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക്
അതാണ് എൻ്റെ നിഷ് അല്ലെങ്കിൽ അതാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പൂർത്തീകരിക്കണ്ടേന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതുപോലെ വീടുകളിലിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്ന ആളുകളും ഉണ്ടാവും. അതില് നമുക്ക് എന്താ വേണ്ടേ, എനിക്കെന്താ വേണ്ടേന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതില് ലൈഫ് സ്കില്ലിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയ സെൽഫ് അവയർനെസ്സും ഈ സെൽഫ് ആക്ച്വലൈസേഷനും വളരെ അടുത്ത് കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഈ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ സെൽഫ് അവയർനെസ് എന്താണെന്ന് അറിയണം. അത് ഞാൻ ലൈഫ് സ്കില്ലിന്റെ പോയിന്റുകൾ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വിശദീകരിച്ചു തരാം. അപ്പം ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു എന്നാലേ നമുക്ക് ഈ എനിക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലായി സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് നമ്മൾ എത്തുകയോ അതല്ലെങ്കിൽ ആ ജേണിയിലേക്ക് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ അതല്ലെങ്കിൽ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, മിനിറ്റ്, എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണണം. ഞാന് സ്ക്രീൻ ഷെയർ. ഹലോ, എനിക്ക് ഇതിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ എനിക്കൊന്ന് ഞാൻ ജസ്റ്റ് എറാർക്കി മാഷ്ലോന്റെ തിയറി പറഞ്ഞു, ഞാനിവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം ഇതിൽ വന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത്, നിങ്ങൾക്ക് ലൈഫിൽ എന്താവാനാണ് ആഗ്രഹം എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഷെയർ ചെയ്യോ? എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഈ സെൽഫ് ആക്ച്വലൈസേഷനിലെ ആ ഒരു പോയിന്റില് നമ്മുടെ ലൈഫില് നമ്മൾ എന്താണ്, ആദ്യം നിങ്ങൾ ആരാന്നൊന്ന് എനിക്കൊന്ന് പരിചയപ്പെടുത്താം. ഇനി ആരാ ആവണമെന്നും ഇപ്പോൾ ആരാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് വന്നിട്ട് പറയോ? എന്നാൽ എനിക്കെന്താ അറിയോ, എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ആളുകളാണ് ഇതിൽ കൂടുതൽ ഇരിക്കുന്നത്, കൂടുതൽ തിയററ്റിക്കൽ ബേസിലൂടെ പോണോ അതല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ പോണോ എന്നുള്ള കാര്യമൊക്കെ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഞാൻ ആദ്യം പറയാം. എന്റെ പേര് സഞ്ജീവ്. ഞാൻ ഇഗ്നോയിൽ ഇപ്പൊ സൈക്കോളജി 2ാം വർഷം ചെയ്യാണ്, MA സൈക്കോളജി. ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ 2 വർഷമായിട്ട് ലീവാണ്. ബി.എഡ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബി.എഡ് കോളേജില്. അപ്പൊ എം.എഡ് ഏതാണ്? എം.എഡ് ഇപ്പൊ PG ഇഗ്നോ എടുക്കും, സൈക്കോളജി എടുക്കും ചെയ്തോണ്ടിരിക്കും. കൗൺസിലിംഗ് മറ്റേ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുക. ഇന്റേൺഷിപ്പ്. ഇനി എന്താ വേണ്ടേ? നല്ലൊരു കൗൺസിലർ ആവണം, അത്രേ ഉള്ളൂ. നല്ലൊരു കൗൺസിലർ ആവണം. ഓക്കെ സഞ്ജീവ്, താങ്ക് യു സഞ്ജീവ്. ഞാൻ ജുൽനാർ. അതേപോലെ സെക്കൻഡ് ഇയർ MA കഴിഞ്ഞ്, എക്സാം എല്ലാം കഴിഞ്ഞ്, ഇനി പ്രാക്ടിക്കലും കൂടെ ഉണ്ട്. സെക്കൻഡ് ഇയർ ആണ് സൈക്കോളജി. സൈക്കോളജി. നല്ലൊരു കൗൺസിലർ ആവണമെന്ന് ആഗ്രഹം. ഇന്റേൺഷിപ്പ് പ്രോജക്റ്റ് എല്ലാം കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. ഇനി പ്രാക്ടിക്കൽ എക്സാം കൂടെ ഉണ്ട്, അത് ഈ മന്ത് ലാസ്റ്റിലുണ്ട്. ഓക്കെ സൈക്കോളജിസ്റ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു തിയററ്റിക്കൽ ആയിട്ട് നമ്മൾ പോകണം തോന്നുന്നു അല്ലേ? അടുത്ത എന്റെ പേര് സബിത. ഞാന് ഇഗ്നോയിലിപ്പോ ഒരു പ്രാക്ടിക്കലും കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ അതെ നല്ല കൗൺസിലർ ആവണം ഇൻഷാ അല്ലാഹ്. ഓക്കെ. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ വർക്ക് ചെയ്തില്ല, ഞാൻ ട്യൂഷനും അങ്ങനെയൊക്കെ എടുക്കുമായിരുന്നു. എന്റെ പേര് മിനി ഭാസ്കർ. ഞാൻ കേരള ബാലാവകാശ കമ്മീഷൻ രജിസ്ട്രാർ ആണ്. 3 മാസം കൂടെ കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യും. ഇഗ്നോ സൈക്കോളജി കഴിഞ്ഞു, കോൺവൊക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി വലിയ കൗൺസിലർ ആവണോ? ഓക്കെ, സോറി. പറഞ്ഞോളൂ. ഞാൻ മീന. ഞാൻ സൈക്കോളജി കൗൺസിലർ ആണ്. ഇപ്പോ കോടതിയില് TLSA വർക്ക് ചെയ്യണം, ലീഗൽ അതോറിറ്റിയില്. അതിൽ തന്നെയാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? കൂടി നല്ലൊരു LLB എടുക്കുന്നുണ്ട് അതിന്റെ ഇടയില്. അപ്പൊ അതാണ് മെയിൻ. പക്ഷെ സൈക്കോളജി വിടാറില്ല, കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. എനിക്ക് സൈക്കോളജിക്കൽ
എവിടെയാണെങ്കിലും ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി കേൾക്കും. എവിടെ എന്ത് ക്ലാസ് വേണമെങ്കിലും കേൾക്കാൻ. ഓക്കെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണെങ്കിലും നമുക്ക് പുതിയൊരു അറിവ് പോലെ തോന്നാറുള്ളത്. ഓക്കെ താങ്ക് യു. ഹലോ, ഹലോ ഞാൻ മാം. ഡോക്ടർ മഞ്ജുല. ഹലോ ഹലോ, ഓക്കെ ഡോക്ടർ മഞ്ജുല റിട്ടയർഡ് പ്രൊഫസറാണ്. മെഡിക്കൽ കോളേജിലായിരുന്നു. ഇഗ്നോ എന്ന ഇപ്പോ സൈക്കോളജി കഴിഞ്ഞു. പ്രാക്ടിക്കൽ വെയിറ്റിംഗ് ആണ്. പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞു. ഞാൻ ആക്ച്വലി പിന്നെ ഒരു BTA കഴിഞ്ഞതാണ്. ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാലിയേറ്റീവ് കെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഞാനിപ്പോ ഒരു സെൽഫ് എൻക്വയറിയുടെ പാത്തിലാണ്, രമണ മഹർഷിയുടെ. അപ്പോ ഞാൻ എന്റെ അസ്തിത്വം അറിയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്റെ അസ്തിത്വം അറിയുക, ഹു ആം ഐ ആണ് എന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഫുൾ മോൺ മെഡിറ്റേഷൻ ഒക്കെ പോയോ? ഇല്ല, ആശ്രമത്തില് ഞാനൊരു ജേർണി വിത്തിൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അതിൽ ഞാൻ 2 റിട്രീറ്റ് പങ്കെടുത്തു. പിന്നെ മന്ത്ലി ക്ലാസ് ഉണ്ട്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സെൽഫ് എൻക്വയറി. ഓക്കെ, അപ്പൊ എനിക്ക് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ കഴിഞ്ഞൊരു സെൽഫ് ട്രാൻസെൻഡൻസിന്റെ ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോ അതുകൊണ്ട് എനിക്ക് ഞാൻ പിന്നെ ഈ വിംബിൾ അക്കാഡമി അതില് ഇങ്ങനെ CBT കയറി അങ്ങനെ വന്നതുകൊണ്ട് ഇതിലുള്ള ഫ്രീ വെബിനാറിനൊക്കെ പറ്റുന്ന സമയത്തൊക്കെ പങ്കെടുക്കാറുണ്ട്. ഓക്കെ താങ്ക് യു. മാം, എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. ഓക്കെ പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല. ഇപ്പോ കമ്മ്യൂണിക്കേഷൻ കോച്ചായിട്ട് വിംബിൾ അക്കാഡമിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് ഇതിൽ എംപവർ ചെയ്യിക്കണം കുറേ ലേഡീസിന്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഹലോ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഹലോ മാം, ഞാൻ സുമ. ഞാൻ ഒരു 10 വർഷം ടീച്ചറായിരുന്നു. ഇപ്പോ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ PG ചെയ്യുന്നുണ്ട് സൈക്കോളജി. ഒരു 1 ഇയറിന്റെ കൗൺസിലിംഗ് കോഴ്സ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ PGക്ക് ചേർന്നു. PGക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ പോയി. ഓക്കെ മാം. ഓക്കെ മാം, ഞാൻ റഷീദ, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ആണ്. അത് കഴിഞ്ഞപ്പോ ഇഗ്നോയിൽ PG ചെയ്യുന്നു, MA സൈക്കോളജി. ഇതില് മോസ്റ്റ് ഓഫ് സൈക്കോളജി ചെയ്യുന്ന ആൾക്കാരാ തോന്നുന്നുണ്ടല്ലേ ഇഗ്നോ? ഞങ്ങളുടെ ഗ്രൂപ്പില് ഈ വിംബിളിന്റെ ഇതിനെ കുറിച്ച് നമ്മളുടെ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് കണ്ടപ്പോഴെങ്ങനെ അതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ അറിയോ, നമ്മൾ ഈ തിയററ്റിക്കൽ ആസ്പെക്റ്റിൽ എടുക്കണോ എന്നുള്ളതൊരു നമ്മൾ ഓഡിയൻസ് ആരാന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് എടുക്കുമ്പോഴാണല്ലോ അതിന്റെ ഒരു ഇത് കിട്ടും. ഒന്നാമത് ഈ ഒരു വെബിനാർ ആവുമ്പോഴുള്ളൊരു അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ടല്ലോ. ഓക്കെ, ഞാന് രണ്ടും കൂടി മിക്സപ്പ് ആക്കിയിട്ട് നമുക്ക് പോവാം. സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ? പറ. 8 മണിക്ക് ഞങ്ങൾക്ക് സാന്ത്വനയുടെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഓക്കെ 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 ശരി. ഓക്കെ, അതെ മിക്സപ്പ് ആക്കി പോവാം, അതാണ് നല്ലത്. ഓക്കെ ഓക്കെ. അപ്പോ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തി. ഈ തിയറി ഒക്കെ സൈക്കോളജി പഠിച്ച് ഞാൻ വേഗം ഇതെടുക്കുകയാണെ ബാക്കിയുള്ളവർക്ക് ഞാൻ ചോദിക്കാൻ നിൽക്കില്ല, ചിലപ്പോൾ ഇനി ടൈം ഇതാവും. പക്ഷെ എന്നാലും ഒന്ന് ഇന്ററാക്ട് ചെയ്ത് പോകണം. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ചില ക്ലാസ്സുകളൊക്കെ ആരും ഒന്നും മിണ്ടാണ്ട് അങ്ങനെ കേട്ട് നമുക്ക് മനസ്സിലാവില്ല, ഇവർക്ക് മനസ്സിലായോന്നോ ഒരു കാര്യങ്ങളും അറിയില്ല. അപ്പൊ എനിക്ക് ഇഷ്ടം ഇത് ഇന്ററാക്ട് ചെയ്തിട്ട് പോവാന്നുള്ളതാ. അപ്പൊ നമ്മള് വാട്ട് ആർ ലൈഫ് സ്കിൽസ്? ലൈഫ് സ്കിൽസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാണ്, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ആരാണ് ജീവിക്കാൻ അറിയുന്നവർ? നമുക്ക് എത്ര ജീവിക്കാൻ അറിയാം? അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
ഇതില് വലിയ വലിയ പുലികളുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാനാണ് വലിയ പുലി എന്നുള്ളതായിരുന്നു. അപ്പൊ എനിക്കിത് ഈ ക്ലാസ് ആരൊക്കെയാണ് കുറച്ച് പേരെ കേട്ടപ്പോഴത്തിന് വലിയ പുലികളുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ആരാണ് ജീവിക്കാൻ അറിയുന്നവര്? നമുക്ക് എത്ര നന്നായിട്ട് ജീവിക്കാൻ അറിയാം? അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സമൂഹത്തിൽ ആരെങ്കിലും ഏറ്റവും ഞാൻ പറയാം, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ മാം. ഓക്കെ സമൂഹത്തിൽ ഓക്കെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഇടപഴകി ജീവിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഒരു ജീവിത വിജയം ഉണ്ടാവുക. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാകണം എല്ലാവരുമായിട്ട് ചേർന്ന്. ശരി, വളരെ ശരിയാണ്. ഇനി ആർക്കെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഉത്തരം ഉണ്ടോ? ഇനി ഉണ്ടോ? പേഴ്സണൽ ഇന്റലിജൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഹൂ ഫൗണ്ട് ദ പർപ്പസ് ഓഫ് ലൈഫ്, ആരാണോ പർപ്പസ് ഓഫ് ലൈഫ് കണ്ടെത്തിയത് അവർക്ക് നന്നായിട്ട് ജീവിക്കാൻ അറിയുന്നുള്ള. ഇതില് നമുക്കിവിടെ 10 ലൈഫ് സ്കിൽസ് ഉണ്ട്. ഈ 10 ലൈഫ് സ്കിൽസും ജീവിതത്തില് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവർക്കാണ് നന്നായിട്ട് ജീവിക്കാൻ കഴിയാന്ന് പറയാം. 10 ലൈഫ് സ്കില്ല്. ആ 10 ലൈഫ് സ്കിൽസ് എന്താ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഡെഫിനിഷൻ പ്രകാരം നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെ പൊരുത്തപ്പെടാനും നമ്മുടെ മുൻപിൽ വരുന്ന വെല്ലുവിളികളെ ക്രിയാത്മകമായിട്ടും കാര്യക്ഷമമായിട്ടും നേരിടാനുള്ള നമ്മുടെ ഒരു കഴിവിനെയാണ് നമ്മൾ ലൈഫ് സ്കില്ല് എന്ന് പറയാം. നമുക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവൂലേ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ മുന്നിൽ വരുന്ന വെല്ലുവിളികളെ നന്നായിട്ട് നേരിടാനും നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാനും ഉള്ള ഒരു കഴിവുണ്ട്. മനുഷ്യനുണ്ടാകുന്ന ആ ഒരു കഴിവ്, ആ കഴിവുള്ള ആൾ, അതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും, ലൈഫ് സ്കിൽസ് പറയുന്നത്. അത് 10 ലൈഫ് സ്കിൽസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ആർക്കാണ് നന്നായിട്ട് ജീവിക്കാൻ പറ്റുക? ഈ 10 ലൈഫ് സ്കില്ലും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കാണ് നന്നായിട്ട് നമ്മൾ ജീവിക്കാൻ കഴിവുള്ള ആളുകൾ എന്ന് പറയാം. അത് നിങ്ങൾക്ക് ഞാൻ ആ ലൈഫ് സ്കില്ലുകൾ ഏതൊക്കെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്തത്, ഇപ്പോൾ നമ്മളിവിടെ ഈ ലൈഫ് സ്കില്ല്, നമ്മുടെ വിഷയം എന്ന് പറയുന്നത് റെലവൻസ് ഓഫ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ എന്നാണല്ലോ. കുട്ടികളിൽ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഇതിൽ കുറേ സൈക്കോളജി പഠിച്ച ആളുകളുണ്ട്, അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്നാലും എല്ലാവരുടെയും കൂടി അറിവിലേക്കായിട്ട് ഞാൻ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ സോഷ്യൽ തിയറി ഞാൻ ജസ്റ്റ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ജീവിതത്തിൽ നമുക്ക് ലൈഫിൽ ഒരു കുട്ടി ഉണ്ടായാൽ ഒരുപാട് സ്റ്റേജുകളിലൂടെ ആ കുട്ടി കടന്നു പോകുന്നുണ്ട്. ആ കുട്ടിക്ക് എത്രത്തോളം ഞാൻ ഈ പറയുന്ന ലൈഫ് സ്കില്ലുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. നമ്മുടെ ഒന്നാമത്തെ സ്റ്റേജാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു കുട്ടി ഉണ്ടായി, അതിന് മുന്നേ പ്രീനാറ്റൽ സ്റ്റേജ് ഉണ്ട്. ഒരു കുട്ടി പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ മുതലുള്ള സ്റ്റേജുകളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ആ കുട്ടി പ്രസവിച്ച് വന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേജാണ് ഓറൽ സ്റ്റേജ്. ആ ഓറൽ സ്റ്റേജിൽ ആ കുട്ടി നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ, അല്ലേ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ സെൽഫ് അവയർനെസ്സും കഴിഞ്ഞ് നമ്മൾ ആ സെൽഫ് അവയർനെസ്സിലെ ആ സ്റ്റേജിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന നമുക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന, നമ്മുടെ ഫുൾഫില്ലാക്കുന്ന രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോവാന്നുള്ളതാണ്. അപ്പൊ അതില് ഇതേപോലെ നമ്മൾ പ്രസവിച്ച നമ്മുടെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക്, നമ്മൾ പ്രസവിച്ചെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മക്കൾക്കും ഇതുപോലെ ഓരോ സ്റ്റേജിലൂടെ, നമ്മളും എല്ലാവരും ഇതുപോലെ ഓരോ സ്റ്റേജിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ആ സ്റ്റേജ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ നമുക്കത് നമ്മളെ ഇന്ററാക്ട് ചെയ്യുന്ന നമ്മുടെ മക്കള്, അതല്ലെങ്കിൽ സ്കൂൾ കുട്ടികളായിട്ട് അപ്ലൈ ചെയ്യാം.
നമ്മളിൽ തന്നെ ഈ സാധനങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെയാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് ചിലപ്പോൾ ഈ സ്റ്റേജിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാം. ഇവിടെ നിങ്ങൾ വിംബിൾ അക്കാദമിന്റെ തന്നെ കുറെ ക്ലാസ്സുകൾ ഇപ്പോൾ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ നമുക്ക് വേണ്ടി വരിക എന്നുള്ളത് ഈ സ്റ്റേജിലുള്ള നമ്മുടെ കുറച്ച് വിഷയങ്ങളായിരിക്കും. അപ്പൊ ഞാൻ പറയാം. ഒന്നാമത്തെ സ്റ്റേജ് ഓറൽ സ്റ്റേജ്. ഒരു കുട്ടി പ്രസവിച്ച് 0 to 1 year വരെയുള്ള ആ കുട്ടീൻ്റെ സ്റ്റേജാണ് ഓറൽ സ്റ്റേജ്. ആ സ്റ്റേജിൽ ആ കുട്ടി ആ കുട്ടിയുടെ ഈ വായായിട്ട് ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. ഈ കുട്ടികളെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ആ കുട്ടികൾ എന്ത് സാധനം കിട്ടിയാലും വായിലേക്കാണ് കൊണ്ടുപോവുക, അല്ലേ? എന്ത് സാധനം കിട്ടിയാലും അവർ വായിലേക്ക് വിടുക. അമ്മയുടെ മുലപ്പാല് സക്ക് ചെയ്ത് കുടിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അതാണ് ആ കുട്ടിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റേജിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ എന്ത് സാധനം കിട്ടിയാലും കുട്ടികൾ ആദ്യം വായിലേക്കാണ് കൊണ്ടുപോവുക. ഇത് വായിലേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് കുട്ടിക്ക് കൃത്യമായിട്ട് ഫീഡിങ് കിട്ടാതെ ഇരിക്കുകയോ അമ്മ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയോ ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ആ കുട്ടിക്ക് അവിടെ ഒരു ഫിക്സേഷൻ സംഭവിക്കുന്നുണ്ട്. ആ ഫിക്സേഷനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ കൂടുതൽ ചെയിൻ സ്മോക്കേഴ്സ് ആയിട്ട് മാറാൻ, അതല്ലെങ്കിൽ ഈ നഖം കടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ്. ഈ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾ അവരുടെ പ്രൈവറ്റ് പാർട്സുമായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കും. അവര് അപ്പിയിടുന്നതും മൂത്രയിക്കുന്നതും ഒക്കെ ഒരു കൺട്രോളിൽ വരുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് കുട്ടികൾ എനിക്ക് മൂത്രയിക്കാൻ ഉണ്ട്, അതല്ലെങ്കിൽ അപ്പിട എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതല്ലാത്ത രീതിയിലൊക്കെ കുട്ടികൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യാം? കുട്ടികൾക്ക് എന്ത് ചെയ്യും? ആ പാമ്പേഴ്സ്, സ്നെഗ്ഗി പോലെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊരു കുട്ടിക്കൊരു കൺട്രോളിൽ, അതല്ലെങ്കിൽ ഇതെപ്പോൾ മൂത്രയിക്കണമെന്നോ എപ്പോൾ ടോയ്ലറ്റിൽ പോകണോ എന്നോ അറിയാത്തൊരു സാഹചര്യം നമ്മളെ കുട്ടികളിൽ ഉണ്ടായിട്ട് വരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് കുട്ടികൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഞാൻ ഒബ്സർവ് ചെയ്തത്, നമ്മളെ വീട്ടിലുള്ള കുട്ടികളൊക്കെ ആയാലും നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു 4-5 വയസ്സ് വരെയൊക്കെ പാമ്പേഴ്സ് ഉപയോഗിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇല്ലേ, മാക്സിമം അതിൽ എത്ര കളക്ഷൻ കിട്ടി എന്നുള്ളതാണ് ഒരു പാരന്റ് നോക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഒരു പാമ്പേഴ്സിന് എത്ര വില? 10-12 രൂപയാണ് ഒരു പാമ്പേഴ്സിന്റെ വില. അപ്പൊ മാക്സിമം കളക്ഷൻ അതിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതായിരിക്കും ഒരു പാരന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ പാമ്പേഴ്സ് ഒക്കെ ഇട്ട് കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കൃത്യസമയത്ത് കുട്ടി രാവിലെ എഴുന്നേറ്റില്ല അത് ഊരി കൊടുത്ത് കുട്ടിക്ക് പൊട്ടി ട്രെയിനിങ്ങോ ടോയ്ലറ്റ് ട്രെയിനിങ്ങോ കുട്ടിക്ക് കൊടുത്തിരിക്കണം. അത് ആ കുട്ടിയുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്. എനിക്ക് എൻ്റെ ബവൽ കൺട്രോൾ, അതല്ലെങ്കിൽ എനിക്ക് ഇതിലൊക്കെ ഒരു കൺട്രോൾ വരുന്നുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കുട്ടിക്ക് കൃത്യമായിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്തിരിക്കണം. മൂന്നാമത്തെ സ്റ്റേജിൽ 3 to 6 years, ഈ സമയത്താണ് കുട്ടികള് ഒരു മറ്റേ നമ്മുടെ ഈ ഓപ്പോസിറ്റ് സെക്സ്, അതായത് ഞാൻ ആൺകുട്ടിയാണെന്നോ ഞാൻ പെൺകുട്ടിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജാണ്. ഈ സമയത്ത് നിങ്ങൾ പല കുട്ടികളിലും നിങ്ങൾ ആൺകുട്ടികളെയൊക്കെ വളർത്തിയിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികൾക്ക് ഒരു ഇറക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കുട്ടികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരുടെ പ്രൈവറ്റ് പാർട്സുകളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സമയത്താണല്ലോ നമ്മൾ കുട്ടികളെ പ്രീ സ്കൂളിലൊക്കെ ആക്കുന്ന, അംഗനവാടികളിലോ നഴ്സറികളിലോ പ്രീ സ്കൂളിലൊക്കെ പറഞ്ഞേക്കുന്ന ഈ സ്റ്റേജിൽ ഇവർ കുറേ കാര്യങ്ങൾ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാൻ, ഇത്തരത്തിലുള്ള ഒരു സെക്ഷുവാലിറ്റി കാര്യങ്ങളിലൊക്കെ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പല വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്നോടൊരു അംഗനവാടി ടീച്ചർ
പറഞ്ഞിട്ടുള്ള ചില സമയത്തൊന്നും ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് കടത്തുമ്പോൾ അവര് ചില കാര്യങ്ങൾ ഷോ ചെയ്യുന്ന, അവർ ഹഗ് ചെയ്യുന്ന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ടാവും. ഇവരിത് നമ്മളെ അവരുടെ പാരൻസിനൊക്കെ നോക്കിയിട്ട് കാണുന്ന കാര്യം. പക്ഷെ അവരതിൽ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈഡിപ്പസ് കോംപ്ലക്സ്, എലക്ട്ര കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബോയ്സിനാണെങ്കിൽ ഈഡിപ്പസ്, പെൺകുട്ടികൾക്കാണെങ്കിൽ എലക്ട്ര കോംപ്ലക്സ്. ഈ സമയത്ത് ആൺകുട്ടികൾക്ക് അമ്മയോടും പെൺകുട്ടികൾക്ക് അച്ഛനോടും പ്രത്യേകമായിട്ടൊരു അറ്റാച്ച്മെന്റ് തോന്നും. നമ്മുടെ ആ കുട്ടി ആദ്യമായിട്ട് കാണുന്ന ഓപ്പോസിറ്റ് സെക്സിലുള്ള ആള്, ആൺകുട്ടിയാണെങ്കിൽ അമ്മ അല്ലേ കാണുന്നത്, പെൺകുട്ടിയാണെങ്കിൽ അച്ഛനെയാണ് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളെ ഏറ്റവും കൂടുതൽ കാണുക. മീൻസ് ഏറ്റവും കൂടുതൽ അവരെ അടുത്ത് ഇടപഴകുന്നത് ഈ കാലഘട്ടത്തിലായിരിക്കും. ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ആൺകുട്ടികൾക്കാണെങ്കിൽ അമ്മയുടെ കെയറിങ്ങും പെൺകുട്ടികൾക്കാണെങ്കിൽ അച്ഛൻ്റെ കെയറിങ്ങും ഒക്കെ ഒരു കൂടുതൽ കിട്ടേണ്ട ഒരു സമയമാണ്. ഇത് കഴിഞ്ഞാൽ ഈ കാലഘട്ടം ഇതിൽ തന്നെ ഇവിടെ നമ്മുടെ ഒരു സെക്ഷുവാലിറ്റിയിലേക്കൊക്കെ ഉള്ള ഒരു ഡ്രൈവ് ഒക്കെ തുടങ്ങുന്നത് ഈ ഫാലിക് സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ആൺകുട്ടികൾക്കാണെങ്കിൽ അമ്മയോട് കൂടുതൽ അറ്റാച്ച്മെന്റ്. അതുകൊണ്ട് തന്നെ ഈ ആൺകുട്ടി സീക്ക് ചെയ്യുന്ന അവന്റെ പാർട്ണർ എന്ന് പറയുന്നത്, അവന്റെ ലൈഫ് പാർട്ണറായിട്ട് പറയുന്നത് അവന്റെ അമ്മയുടെ അതേ മാനറിസങ്ങളും നല്ല സ്വഭാവങ്ങളുള്ള കുട്ടിയായിരിക്കണം. ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ അച്ഛന്റെ മാനറിസങ്ങളും സ്വഭാവങ്ങളുള്ള ഒരു പാർട്ണറേക്ക് സീക്ക് ചെയ്യുക. പക്ഷെ അതിലൊരു ഡിസ്ക്ലൈമർ ഉണ്ട്, നല്ല അച്ഛനായിരിക്കണം, നല്ല അമ്മയായിരിക്കണം. നല്ല അച്ഛൻ നല്ല അമ്മ ഇൻ ദ സെൻസ് തറവാട്ടും മഹിമയും സ്വത്ത് പണം ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. നന്നായിട്ട് കെയർ ചെയ്യുന്ന, കെയറിങ് കൊടുക്കേണ്ട സമയത്ത് കെയറിങ്ങും ആ കുട്ടിക്ക് എന്ത് വേണം എന്നതിനനുസരിച്ച് കുട്ടികളെ നന്നായിട്ട് വളർത്താൻ കഴിയുന്ന പാരൻസ് അവിടെയുള്ളൂ. അതല്ലെങ്കിൽ ലൈഫിൽ മുഴുവൻ ട്രോമ തരുന്ന ഒരു അച്ഛൻ്റെ മകളായിട്ട് വളർന്നിട്ടുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ എപ്പോഴും ഒരു ലൈഫ് പാർട്ണറെ ചൂസ് ചെയ്യുന്നതിൽ പേടിയായിരിക്കും. അതുപോലെ ട്രോമ തരുന്ന ഒരു അമ്മയുടെ മകനാണെങ്കിലും അവർക്കും ഒരു ലൈഫ് പാർട്ണറെ ചൂസ് ചെയ്യുമ്പോഴും ഭയങ്കര പേടിയായിരിക്കും. അവർ എപ്പോഴും അതിൽ നമ്മുടെ ആ ഒരു പാർട്ണറിൽ നമുക്ക് എവിടെയാണോ നഷ്ടപ്പെട്ട സാധനങ്ങൾ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. കല്യാണം കഴിഞ്ഞ ആളുകൾക്കൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അതേപോലെ അടുത്ത സ്റ്റേജിൽ, ലാറ്റൻസി സ്റ്റേജിൽ 6 to years, അത് അവരുടെ ഒരു പ്യൂബർട്ടി വരെയുള്ള ആ കാലഘട്ടത്തിൽ നമ്മൾ അപ്പോഴാണ് കുട്ടികളെ സ്കൂളിലൊക്കെ ചേർത്ത് ഒരു 2-ല് 3-ലൊക്കെ എത്തുന്ന ഒരു സമയത്ത് ഇവര് ആൺകുട്ടികൾ വേറൊരു ഗ്രൂപ്പ്, പെൺകുട്ടികൾ വേറൊരു ഗ്രൂപ്പ്. അവരെ നമ്മൾ ആൺകുട്ടികളെ മൈൻഡ് ചെയ്യുക പോലും ഉണ്ടാവില്ല ഈ പെൺകുട്ടികള്. തിരിച്ചു അങ്ങോട്ട് തന്നെ പെൺകുട്ടികളെ ആൺകുട്ടികൾ മൈൻഡ് ചെയ്യില്ല. പേര് പോലും വിളിക്കാൻ മടിയായിരിക്കും. കുട്ടിയെ, പെണ്ണെ, ഡാ, ഡി, ആ പേര് എന്താ കുട്ടി, ആ രീതിയിലായിരിക്കും. എൻ്റെയൊക്കെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മൾ സ്കൂളിലാകുമ്പോൾ ഞങ്ങളുടെ ടീം തന്നെ ഞങ്ങളാരും കല്യാണമേ കഴിക്കൂല, നമുക്ക് ചെക്കന്മാരെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ആ രീതിയിലായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ആ ഒരു സ്റ്റേജാണ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ നമ്മൾ ഒരു പ്യൂബർട്ടി പീരിയഡ്സ് ഒക്കെ ആയി. അവിടുന്ന് മുതൽ നമ്മൾ പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങും ആൺകുട്ടികളെ. നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള, ഞാൻ ജനറൽ കേസുകളാണ് ഞാൻ പറയുന്നത്, നമുക്കല്ലാത്ത കുറേ സെക്ഷുവാലിറ്റി കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ജനറലി ആൺകുട്ടികൾ പെൺകുട്ടികളെയും പെൺകുട്ടികൾ ആൺകുട്ടികളെയും ശ്രദ്ധിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റേജാണ്. ആ സമയത്ത് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾ നമുക്ക് ആരോടെങ്കിലും ഒക്കെ ഒരു അട്രാക്ഷൻ തോന്നി നമുക്ക് അവരോട് കൂടുതൽ സംസാരിക്കാനും നാണം ഉണ്ടാവും, എന്നാൽ അവരോട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടാവും. തിരിച്ച് ആൺകുട്ടികൾക്കും ഇതേപോലത്തെ ഈ ഒരു സ്റ്റേജ് മുതൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിൽക്കുന്നത് സെക്സിലാണ്. ഇതാണ് ഓരോ സാറ്റിസ്ഫാക്ഷന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോ അതുപോലെ ഇനി ഞാൻ ലൈഫ് സ്കില്ലിലേക്ക് വരികയാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട്, ഒരു മിനിറ്റ്, ഒരു പാരന്റിങ്ങിന്റെ, ഒരു കുട്ടി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള നമ്മുടെ ഏറ്റവും ഒരു
സ്റ്റേജ് എന്ന് പറയുന്നതാണ്. അപ്പം ഈ ഒരു നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ജനനം മുതൽ അഡൾട്ട്ഹുഡ് വരെയുള്ള ആ സ്റ്റേജിൽ ഈ കുട്ടിയുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പിൽക്കാലത്ത് അത് ബിഹേവിയറൽ ഇഷ്യൂസ് ആയിട്ടും അതല്ലെങ്കിൽ വേറെ കുറെ സൈക്കോട്ടിക് പ്രോബ്ലങ്ങളായിട്ടൊക്കെ മാറാനുള്ള ഒരു സാധ്യത അതിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പോലെയുള്ള അപ്പൊ ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും ഫിക്സേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അഡൾട്ട്ഹുഡിലൊക്കെ അത് അവരെ ബാധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചിലപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും നമുക്ക് ഓക്കെ ആയിരിക്കും. പക്ഷെ ഓക്കെ ആയിരുന്നാലും നമുക്കൊരു എവിടേക്കോ നമുക്ക് ഡ്രോബാക്സ്, നമുക്കവിടെ മുന്നോട്ട് പോവാൻ കഴിയാത്തൊരവസ്ഥ, ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ചിലപ്പോൾ കൗൺസിലിങ്ങിലൊക്കെ പോകുമ്പോഴായിരിക്കും അവരുടെ ഒരു പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോയാൽ ഇവരുടെ ഈ പാസ്റ്റിലെ സംഭവിച്ച ചില ഫിക്സേഷനുകൾ, ചില കാര്യങ്ങൾ അവരെ വല്ലാണ്ട് ബാധിച്ചിട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പോലെയുള്ള തെറാപ്പികളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ലൈഫ് സ്കിൽസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് സ്കില്ലുകളിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നോളജ്, ആറ്റിറ്റ്യൂഡ്, ഈ 3 കാര്യങ്ങളും സ്കിൽസും ഈ 3 കാര്യങ്ങളും കൂടി കമ്പൈൻ ചെയ്ത് വന്നാലാണ് നമ്മൾ ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോവാം. പ്രധാനമായിട്ടും ലൈഫ് സ്കില്ല് എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ലൈഫ് സ്കില്ല്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന 10 ലൈഫ് സ്കില്ലുകളും ഒന്ന് വായിക്കാൻ കഴിയുന്നില്ലേ? മനസ്സിലാവണില്ലേ? ഒന്ന് സെൽഫ് അവയർനെസ്, എമ്പതി, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇന്റർപേഴ്സണൽ സ്കില്ല്, സ്ട്രെസ് മാനേജ്മെന്റ് ഓഫ് ഇമോഷൻസ്. ഈ 10 സ്കില്ലുകൾ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആർക്കാണ് നന്നായിട്ട് ജീവിക്കാൻ കഴിയുക, ആർക്കാണ് അവരുടെ ലക്ഷണങ്ങൾ എന്താ, ഈ 10 സ്കില്ലുകൾ അവരുടെ ലൈഫിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവും. ഇതില് നമുക്ക് 3 ടൈപ്പ് ഓഫ് സ്കിൽസിൽ ഈ ലൈഫ് സ്കില്ലിനെ തന്നെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്ന് തിങ്കിങ് സ്കില്ല്, ഇമോഷണൽ സ്കില്ല്, സോഷ്യൽ സ്കില്ല്. ഈ 3 സ്കില്ലുകളാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ തിങ്കിങ് സ്കില്ലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെൽഫ് അവയർനെസ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്. സെൽഫ് അവയർനെസ് നമുക്ക് ഇപ്പോൾ പ്രവീണ മേഡാണോ അവരുടെ പേര്? അല്ലേ, പ്രവീണ മേഡം അല്ലേ ഇപ്പൊ നേരത്തെ പറഞ്ഞേ? ഹലോ, ഒരു വാട്ടായാം എന്ന് ഒരു സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേന്ന് പറഞ്ഞില്ലേ? അത് പ്രവീണ മാം അല്ലേ പേര്? ഹലോ ഹലോ സെൽഫ് അവയർനെസ് നമുക്ക് ഏറ്റവും വേണ്ടേ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന് എന്ന് പറയുന്ന പ്രശസ്തമായൊരു ഡയലോഗ് ഉണ്ടല്ലേ, സെൽഫ് അവയർനെസ്. നമുക്ക് ഹലോ കുതിരവട്ടം പപ്പു, യെസ്. അപ്പൊ ഈ ഞാൻ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ലൈഫ് സ്കില്ലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. ഈ സെൽഫ് അവയർനെസ്സിൽ ഞാൻ എന്താണ്, ഞാൻ ആരാണ്, വാട്ട്, വൈ, വെൻ, ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. എന്നാലേ എനിക്ക് എന്നെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുള്ളൂ. എനിക്കെന്താ വേണ്ടേ, എന്തുകൊണ്ട് ആ കാര്യം എനിക്ക് വേണം, വെൻ, എപ്പോ വേണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട്
മനസ്സിലാക്കിയാൽ അതിൽ ഞാൻ നിങ്ങൾക്കൊരു ഗ്രോത്ത് വർക്ക് തരാം. ഈ ഒരു സെൽഫ് അവയർനെസ്സിലേക്ക് നമ്മുടെയൊക്കെ ഒരു അൾട്ടിമേറ്റ് കാര്യം എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ. ഈ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ട കാര്യം, ഏറ്റവും ക്രൂഷ്യലായിട്ട് വേണ്ട ഒരു കാര്യമാണ് സെൽഫ് അവയർനെസ്. അപ്പോൾ നിങ്ങളോട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക, എനിക്ക് എന്താ വേണ്ടത്? വാട്ട് ഐ വാണ്ട്, വൈ, എന്തുകൊണ്ട് അതെനിക്ക് വേണം, വെൻ, എപ്പോൾ വേണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ എന്ന് പറയുന്നത് അവിടെ സംഭവിക്കും. എങ്ങനെ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, എന്താ വേണ്ടതെന്ന് അറിയണ്ടാവും, പക്ഷെ അത് എങ്ങനെ അതിലേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ ഈ 3 കാര്യം നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കൂ. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്. നിങ്ങൾക്ക് ആ കാര്യം അവിടെ സംഭവിക്കും. അത് നമ്മൾ ഈ പറയുന്ന ദൈവമെന്നോ ശക്തിന്നോ എന്നൊക്കെ പറയുന്ന ആ ആളത് നമുക്ക് ചെയ്തു തരും. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതെടുക്കുക എന്നുള്ളത്, പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഏത് രീതിയിൽ അതിലേക്ക് ഞാനങ്ങോട്ട് എത്തണില്ല. ഞാൻ പല രീതിയിൽ ഞാൻ അവിടെ കൊണ്ടുപോയിട്ടൊരു പ്രൊപ്പോസൽ, കാരണം എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്ന, അതല്ലെങ്കിൽ ഇവർ ഒരുപാട് ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണല്ലോ പോലീസുകാർ. അപ്പം ഇവർ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു കൗതുകമോ എന്തോ, പിന്നെ എനിക്ക് അവർക്ക് ക്ലാസ് എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ പല രീതിയിൽ ഞാൻ ആ കാര്യങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ശ്രമിച്ചു നോക്കിയിട്ട് ആദ്യമൊന്നും ഞാനത്, പക്ഷെ അതൊന്നും നടക്കണുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് എങ്ങനെയെങ്കിലും അത് നടത്തണം. എനിക്കതെൻ്റെ ഒരു അതായത് നമ്മൾ കുറേ ക്ലാസ്സുകൾ എടുക്കും. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് പാരൻറ്റിങ്, അതല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് ക്ലാസ്, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റക്ക് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട് നമുക്ക് ലൈഫിൽ. മീൻസ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു, എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനി എന്ത്? അപ്പോൾ ഇപ്പോൾ ഒരേ സാധനം നമ്മൾ കുറേ കാലം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലിങ്ങനെ യൂസ്ഡ് ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുമല്ലോ, പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. എനിക്ക് എക്സൈറ്റ്മെന്റ്, ചലഞ്ചിങ് ആയിട്ടുള്ള കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പോലീസുകാർക്ക് ക്ലാസ് എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു അടുത്ത എനിക്ക് എന്തായാലും അവർക്കൊന്ന് ക്ലാസ് എടുക്കണം. അങ്ങനെ ഞാൻ ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ മലപ്പുറം MSPയിൽ പോയിട്ടൊരു പ്രൊജക്റ്റ് പോയിട്ട് സബ്മിറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമൊക്കെ മുൻപാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ചെന്നിട്ട് അവർക്ക് അവരുടെ ട്രെയിനേഴ്സിന് ഞാൻ ക്ലാസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എന്നോട് ആരോ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പ്രൊപ്പോസൽ, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. ചെന്നിട്ട് അപ്പം അവിടുത്തെ SP കണ്ടിട്ട് ഓക്കെ നിങ്ങൾ എന്ത് കൊടുക്കും, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ടേക്ക് നമ്മളോട് ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ പല സാധനങ്ങളും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവരിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇവർ ചോദിക്കണമൊക്കെ എനിക്ക് ഇതാക്കാൻ പറ്റും എന്നൊക്കെ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷെ എനിക്ക് അവിടുത്തെ MSPന്റെ SP ഉണ്ട്, അവർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ആദ്യമൊക്കെ ഞാൻ അവർക്ക് സ്ട്രെസ് മാനേജ്മെന്റ് കൊടുക്കും. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, സ്ട്രെസ് മാനേജ്മെന്റ് ഇവർക്ക് എന്താണ് ആവശ്യം? ഞാൻ പറഞ്ഞു ഞാൻ അവർക്ക് ടൈം മാനേജ്മെന്റ് കൊടുക്കും. അത് അവർക്ക് എന്താ ആവശ്യം? ഇവർക്ക് ഓൾറെഡി അത് കിട്ടുന്നുണ്ട്, ഇത് കിട്ടുന്നുണ്ട്. ഇതുപോലെ ക്വസ്റ്റ്യൻസ് എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ അവസാനം ആയപ്പോഴേക്കും ബ്ലാ ബ്ലാ അടിക്കൽ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ പറ്റൂല എന്നുള്ള കാര്യം ഇതാക്കാം. ഞാൻ ഓക്കെ സർ, ഇതാണ് ഞങ്ങളുടെ പ്രൊപ്പോസൽ, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രൊപ്പോസൽ ഞാൻ അവിടെ വെച്ച് പോന്നു. ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, എനിക്ക് അവിടെ ക്ലാസ് എടുക്കാൻ പറ്റൂല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്ന് പിന്നെയും ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് അവരുടെ ഒരു പ്രൊജക്റ്റ് വന്നു. യൂണിസെഫിന്റെ കുട്ടികളുടെ മനഃശാസ്ത്രമല്ല, ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊജക്റ്റ്. അപ്പം പോലീസിലുള്ള
ഒരാളെയും ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും 4 പേരെ സെലക്ട് ചെയ്ത്, 2 പേര് പോലീസിലുള്ളവർ, 2 പേര് പുറത്തുനിന്നുള്ള സൈക്കോളജി മേഖലയിൽ പങ്കെടുക്കുന്ന ആളുകളും. 2 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു കോള് വരുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ കാല് പൊട്ടിയിട്ട് എൻ്റെ കാലിന് 4 കമ്പി ഇട്ടിട്ട് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്. ഞാൻ പതുക്കെ ഈ കാല് കുത്താൻ പറ്റില്ല, വാക്കറിലൊക്കെ ഇങ്ങനെ നടന്ന് നിൽക്കുന്ന ഒരു സമയത്താണ്. ഞാനാണെങ്കിൽ അത്യാവശ്യം ക്ലാസ് ഒക്കെ എടുക്കാൻ പോയിരുന്ന ആള് പെട്ടെന്ന് ആക്റ്റീവ് ആയിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ബെഡ് റിട്ടേൺ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെ പതുക്കെ ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ കോൾ എനിക്ക് വരുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അത് എന്നെ ആരോ അതിലുള്ള ഒരു പോലീസുകാരൻ സജസ്റ്റ് ചെയ്തതായിരുന്നു. അവർക്ക് വന്ന് അയാൾക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അയാൾ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട്, ഒരു ട്രെയിനർ പോലീസുകാരന് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട്, ജിറ്റ് സാറാണ് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ അവരോട് പറഞ്ഞു ഞാനില്ല, എനിക്ക് പറ്റില്ല, ഞാൻ കാല് ഇങ്ങനെ കിടക്കുകയാണെന്ന്. അത് കഴിഞ്ഞിട്ട് അറ്റ് മൊമെന്റില് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഏതായാലും ഞാൻ ഇവിടെ വെറുതെ കിടക്കുകയാണ്, എങ്ങനെയെങ്കിലും 4-5 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് തൃശ്ശൂർ പോലീസ് അക്കാഡമിയിൽ വെച്ചിട്ട്, അവിടെ പോയിട്ട് താമസിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സിസ്റ്ററെ വിളിച്ചു. അപ്പോൾ ഈ കൂടെ ഒന്ന് പോരും, എന്തായാലും എനിക്കൊരാൾ വേണം, കാരണം വാക്കറിലാണ് ഞാൻ പോവേണ്ടത്. വാക്കറിൽ ഞാൻ പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ തിരിച്ചു വിളിച്ചിട്ട്, നിങ്ങൾക്ക് ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും, എൻ്റെ ഫാമിലിയിലും ഉള്ള ആൾ എന്തിൻ്റെ കേടാന്ന് എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തു, കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചു, ഞാനൊരു മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ഒരു കാര്യമായിരുന്നത്. ഇതെനിക്ക് പിന്നെ ഇത് കഴിഞ്ഞാലും മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എല്ലാ സ്ഥലത്തും പോയിട്ട് ചെയ്യണം എന്നുള്ള പോലീസുകാർക്ക് ക്ലാസ് എടുക്കണം. അങ്ങനെ ഞാൻ പോയി. അങ്ങനെ അവിടുത്തെ 5 ദിവസത്തെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്ത് 5 ദിവസത്തെ ക്ലാസ്, അവിടുത്തെ ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ അവിടുത്തെ പോലീസിലെ യൂണിസെഫിലെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പൊ അത് എന്നെ റിജക്റ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തി, പക്ഷെ ആ 2 വർഷം കൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ, എവിടെയാണ് എൻ്റെ ഡ്രോബാക്ക് എന്ന് ഞാൻ പറഞ്ഞു, എങ്ങനെ ഇവരോട് സംസാരിക്കണം അതാണ് രണ്ടാമത്തെ നമ്മുടെ ഒരു സ്കില്ലാണ്, ലൈഫ് സ്കില്ലിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇവരോട് എങ്ങനെയാണ് ഇവരെ ഡീൽ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ എനിക്ക് കുറച്ചധികം വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ അവർക്ക് ക്ലാസ് എടുക്കാനുള്ള എന്താ പറയാ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ സ്റ്റേജാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ സാധനങ്ങൾ അതിൽ എഴുതി വെക്കുക. എന്തായാലും അത് എന്തെങ്കിലും ഒരു ദിവസം അത് വർക്ക് ചെയ്യും എന്നുള്ള കാര്യം ഷുവറാണ്. അടുത്ത നമ്മുടെ സ്റ്റേജാണ് ഈ തിങ്കിങ് സ്കില്ലുകളുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ്. നമുക്കൊരു പ്രശ്നം വന്നാൽ, നമുക്കൊരു ഇഷ്യൂ വന്നാൽ ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ആ ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പ്രോബ്ലം സോൾവിങ്ങിൽ ഇപ്പം അതിൽ നമുക്ക് പല പ്രശ്നങ്ങൾ വരുമല്ലോ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. ആ ലൈഫിൽ വരുമ്പം ഇതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. അടുത്ത ഒരു സ്കില്ലാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എന്താ പറയാ, ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ വിമർശിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആ വിമർശിക്കുക എന്നുള്ളത് ഒരു വിമർശനാത്മകമായ ഒരു ചിന്തയിലൂടെ, ഒരു രീതിയിലൂടെ നമ്മൾ എന്ത് കാര്യങ്ങൾ, ഒരു കാര്യം ഇപ്പം നമ്മൾ കേൾക്കുകയാണെങ്കിൽ അത് തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ടാവും, ഒരുപാട് ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ അതാണോ, അത് ശരിയാണോ, ആണല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാണ്ട് ഇതിന്റെ ക്രിട്ടിക്കലായിട്ട് ആ കാര്യത്തെ ചിന്തിച്ചിട്ട്, ആ കേൾക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന എന്ത് കാര്യങ്ങളും അതിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അതിന്റെ എല്ലാ വശങ്ങളിലൂടെയും ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആ രീതിയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിയേറ്റീവായിട്ട് ഇപ്പൊ വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കുക എന്ന് പറയും.
വ്യത്യസ്തമായിട്ട്. ഇപ്പോൾ എല്ലാവരും പോയ വഴികളിലൂടെ തന്നെ പോവുകയാണെങ്കിൽ അതില് നമ്മളും അതേ ആ ഒരു കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, എല്ലാവരും പോകുന്ന വഴികളിലൂടെ പോവുകയാണെങ്കിൽ. അതല്ലാതെ ഇപ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്, ഒരു പക്ഷിയെ പോലെ എങ്ങനെ എനിക്ക് പറക്കാൻ പറ്റും എന്നൊരാള് ക്രിയേറ്റീവായി ചിന്തിച്ചതിന്റെ പകരമാണ്, ഒരാളല്ലേ റൈറ്റ് സഹോദരന്മാര് അല്ലെ, അവര് ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മള് ഫ്ലൈറ്റ് അല്ലെങ്കിൽ വിമാനം എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കാണ് എപ്പോഴും വളരെ വ്യത്യസ്ത ചിന്തകളുള്ള ആളുകൾക്ക് മാത്രമേ പുതിയ പുതിയ കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്യാനോ കണ്ടുപിടിക്കാനോ ഒക്കെ ഉള്ള ഒരു സ്കില്ല് ഉണ്ടാവുള്ളൂ. പിന്നെ അതിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഇന്നായിരിക്കുന്ന നമ്മുടെ അവസ്ഥയിൽ നമ്മളെ എത്തിച്ചത് നമ്മളെടുത്ത തീരുമാനങ്ങൾ കൊണ്ടല്ലേ. ആ തീരുമാനങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ മോശമായ തീരുമാനങ്ങളായിരിക്കാം. പക്ഷെ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമ്മളെ എത്തിച്ചത് നമ്മുടെ തീരുമാനങ്ങളാണ്. അതാണ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ നമ്മളതിങ്ങനെ ചിന്തിച്ച് അതിലെ കുറച്ച് വർക്ക് ചെയ്താൽ തന്നെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ തീരുമാനങ്ങൾ എടുത്ത് അതിൽ നമ്മൾ നല്ല എക്സ്പീരിയൻസ് ആകുമ്പോൾ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ സ്കിൽസ്. ഈ സോഷ്യൽ സ്കിൽസിലും ഏറ്റവും ഇപ്പോൾ ലൈഫ് സ്കില്ലിനെ 3ആയിട്ട് നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ തിങ്കിങ് സ്കില്ല്, സോഷ്യൽ സ്കില്ല്, ഇമോഷണൽ സ്കില്ല്. അതിൽ സോഷ്യൽ സ്കിൽസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇപ്പോൾ നമ്മളെ ഹെറാർക്കി മാസ്ലോന്റെ തിയറിയിൽ നമ്മൾ പറയുന്നുണ്ട് ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് എന്ന് പറയുന്നുണ്ട്. അതിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്തുക്കളായിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇടപെടുന്നവരായിട്ടുള്ള നമ്മുടെ റിലേഷൻ, നമ്മുടെ ആ ബന്ധം എത്രത്തോളം മെച്ചമുള്ളതാണ്, അത്രത്തോളം അതൊരു പ്രത്യേക സ്കില്ലാണ്. നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായാല് ഒന്ന് വിളിച്ചാല് ഓടി വരാന് ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു കഴിവാണ്. നല്ല സൗഹൃദങ്ങൾ, നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ എത്ര ക്യാഷ് കൊടുത്താലും എത്ര ചെലവാക്കിയാലും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുള്ള അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങളുള്ള ഒരാള് എപ്പോഴും വളരെ ഹാപ്പി ആയിരിക്കും. അയാളുടെ കൂടെ ഒരു ടീം തന്നെ എപ്പോഴും ഉണ്ടാവും. ഈ ഇന്റർപേഴ്സണൽ സ്കില്ലുള്ള വ്യക്തി നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും. അയാൾക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ആ വ്യക്തിക്ക് ഉണ്ടാവും. അയാൾ നന്നായിട്ട് എവിടെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ എമ്പതി എന്ന് നമ്മൾ പറഞ്ഞാലും സിമ്പതിയും തമ്മിൽ എന്താ വ്യത്യാസം? ഹലോ, എമ്പതി എന്ന് പറഞ്ഞാല് മറ്റാളെ സ്ഥാനത്ത് നിന്നിട്ട് കാണാം, ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുടെ ലെവലിൽ നിന്ന് കാണാം. മാഡത്തിന്റെ പേരെന്താ? നസീ. നന്നായിട്ട് പറഞ്ഞു, കറക്റ്റ് ആണ്. മറ്റുള്ളവരുടെ ഷൂല് നിന്നുകൊണ്ട് ഷൂ ഇട്ടുകൊണ്ട് വേണം നമ്മൾ അയാളെ കാണാന്. അതല്ലാതെ ഇപ്പൊ ഒരു സിമ്പതി, ഒരാള് ഒരു ആക്സിഡന്റ് ആയോ, അയ്യോ നമ്മളിങ്ങനെ കാണാണ് റോഡിൽ കിടക്കുന്നത്, അയ്യോ അയാൾ പാവല്ലേ, അയാൾ അവിടെ വീണുല്ലേ, ബ്ലഡ് ഇല്ലേ എന്ന് പറയുന്നത് സിമ്പതിയാണ്. എമ്പതി എന്ന് പറയുന്നത് ആ വ്യക്തിയെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആ പേഴ്സൺ ആണ് എമ്പതി ഉള്ള പേഴ്സൺ എന്ന് നമുക്ക് പറയാൻ പറ്റാം. അടുത്ത നമ്മുടെ സ്കില്ലാണ് ഇമോഷണൽ സ്കിൽസ്. ഇമോഷണൽ സ്കില്ലില് നമുക്കിതിനെ മാനേജിങ് വിത്ത് കോപ്പിങ് വിത്ത് സ്ട്രെസ്, കോപ്പിങ് വിത്ത് ഇമോഷൻസ് എന്ന് പറയാൻ പറ്റും. നമ്മുടെ ഇമോഷൻസിനെ ഇപ്പോൾ നേരത്തെ ആരോ പറഞ്ഞു ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് നന്നായിട്ട് ജീവിക്കാൻ കഴിയും എന്ന് പറയുന്ന ആരോ ഞാൻ പറഞ്ഞത് ആരെന്ന് എനിക്ക് ഓർമ്മയില്ല.
അതേപോലെ മാനേജിങ് അവർ ഇമോഷൻസ്, കോപ്പിങ് വിത്ത് ഇമോഷൻസ് എന്ന് പറയുന്നത് അതൊരു സ്കില്ലാണ്. അത് സ്കില്ലാണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഇമോഷൻസ് അതിനെ എനിക്ക് എന്താ പറയാ, നമ്മളെപ്പോഴും ഇങ്ങനെ കരയാൻ പാടില്ല. എൻ്റെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ എപ്പോഴും ഇങ്ങനെ പിടിച്ചു വെക്കണം എന്ന് പറയണതല്ല കോപ്പിംഗ് വിത്ത് ഇമോഷൻസ് എന്ന് പറയുന്ന ആ സ്കില്ലും. നമുക്ക് വിഷമം വന്നാൽ കരയാൻ പറ്റണം. ഇപ്പൊ ഞാൻ മിക്കവാറും ജെൻസിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനൊരു ഐ എം എ ബാൻ, അതുകൊണ്ട് എനിക്ക് കരയാൻ പറ്റൂല, അതല്ലെങ്കിൽ എനിക്ക് സങ്കടപ്പെടാൻ പറ്റില്ല എന്നുള്ള, മാൻ എപ്പോഴും ദേഷ്യപ്പെടാൻ പറ്റും. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇമോഷൻസ് കാണിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റിഗ്മാസ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, ആ സ്കില്ല് അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ചില ആളുകള്, ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും, ഞാൻ കരയും. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ സങ്കടം വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എനിക്ക് ആ സങ്കടത്തിന് കുറച്ച് കഴിഞ്ഞാൽ അത് മാറും. അത് കരഞ്ഞാലേ മാറുള്ളൂ. അതല്ലാണ്ട് ഇതിങ്ങനെ പിടിച്ചു വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ കൗൺസിലിങ്ങിലൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫാമിലി ഇഷ്യൂ ഒക്കെ ആണ് ഇതൊക്കെ വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ ചില പേഴ്സൺസ് ഇവര് ഈ ഇമോഷൻസിനെ ഇങ്ങനെ അടക്കി പിടിച്ച് അവസാനം അതിങ്ങോട്ടൊരു ബ്ലാസ്റ്റ് ആവുന്നൊരു അവസ്ഥ എപ്പോഴും കാണാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുറേ സ്റ്റിഗ്മാസ് ആണ്. നമുക്ക് കരയാൻ പാടില്ല, നമ്മളത് ചെയ്യാൻ പാടില്ല. അപ്പം ഏറ്റവും നന്നായിട്ട് ഇമോഷൻസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ഇതിന്റെ കൂടുതൽ അപ്ലിക്കേഷൻ ലെവൽ അടുത്തത് സ്ട്രെസ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. അതുപോലെ സ്ട്രെസ് നമുക്ക് വരില്ലേ, പല രീതിയിൽ നമുക്ക് സ്ട്രെസ് വരും. ആ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായാല്, ഇപ്പൊ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ഇതെന്ന് പറയുന്നത് ഇതൊക്കെ എങ്ങനെ കുട്ടികളിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഈ 10 സ്കില്ലും പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള. അപ്പൊ ഒരു സ്ട്രെസ് വന്നാല് ആ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം. നമ്മുടെ ഈ കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ മക്കൾക്ക് ഒരു സ്ട്രെസ്സും കൊടുക്കാൻ, ഒരു ഉത്തരവാദിത്തങ്ങളും കൊടുക്കാൻ നമ്മൾ വില്ലിങ് അല്ല. അവര് എന്താണോ ചോദിക്കുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അത് മുഴുവനും അവരുടെ മുന്നിൽ അങ്ങോട്ട് എത്തുകയാണ്. ഈ കുട്ടികളായിരിക്കുമ്പോ അവര് എന്ത് കാര്യം ആയിക്കോട്ടെ അത് അവരുടെ മുന്നിൽ എത്തുകയാണ്. കാരണം നമ്മൾ എന്താ ചിന്തിക്കുക, എനിക്കില്ലാത്തത് എൻ്റെ മക്കൾക്ക് കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പേരിലായിരിക്കും. അങ്ങനെ ആവുമ്പം ഈ കുട്ടികൾക്ക് ഒരു സ്ട്രെസ് വന്നാല് അവരുടെ സ്ട്രെസ് പോലും നമ്മളെ ഏറ്റെടുക്കണേ. അവർക്ക് എക്സാം ഉണ്ടെങ്കിൽ, അവർക്ക് സ്കൂളിൽ എക്സാം ഉണ്ടെങ്കിൽ അവരെ കൂടെ ഒപ്പം നിന്നുകൊണ്ട് അവരതാക്കുന്നത് നമ്മളാണ്. അപ്പൊ ആ രീതിയിലൊക്കെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ കഴിവില്ലാത്ത ആൾക്കാരായിട്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. ഈ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നതും വലിയൊരു സ്കില്ലാണ്. ഇതില് ഇപ്പൊ തന്നെ നമ്മുടെ ഒരുപാട് ഇപ്പൊ ഒരു കുട്ടി മിഹർ എന്ന് പറഞ്ഞ കുട്ടി ആത്മഹത്യ ചെയ്തത്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പോ വാശി പിടിച്ച് കരയുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഒരു സാധനത്തിന് വാശി പിടിച്ച് കരയുമ്പോൾ ആ കുട്ടിക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ അത് നമുക്ക് എങ്ങനെയെങ്കിലും ആ കുട്ടിക്ക് അത് കൊടുക്കണം. ആവശ്യമില്ലാത്തൊരു സാധനമാണെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കുട്ടീൻ്റെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളോട് ഒരു കുപ്പി ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ആ കുപ്പി നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കും, നിങ്ങളത് കൊടുക്കും. രണ്ടാമത് ആ കുട്ടി ചോദിക്കുന്ന സാധനങ്ങൾ ചെറിയ കാര്യങ്ങൾ എന്താക്കി, പിന്നെ അതിന്റെ ആവശ്യങ്ങൾ ഇങ്ങനെ വലുതാവും. ചിലപ്പോൾ ഒരു കുട്ടി ആനനെ ചോദിച്ചിട്ടുണ്ടാവും, ആനനെ നിങ്ങൾ എങ്ങനെയെങ്കിലും കൊടുക്കും, എങ്ങനെയെങ്കിലും നമ്മളെ ഇല്ലെങ്കിൽ. പക്ഷെ ആ കുപ്പിയിൽ ആനനെ ആക്കിത്തരാൻ പറയുന്നൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ആ സമയത്താണ് ഈ കുട്ടികള്, അവർക്കത് താങ്ങാൻ കഴിയില്ല. നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങള് ആ രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും കുട്ടികൾക്ക് താങ്ങാനും, എന്ത് കാര്യങ്ങളും അവരുടെ ഇമോഷൻ ആവട്ടെ, എന്ത് കാര്യങ്ങളും അവർക്ക് മുന്നോട്ട് പോവാന് അവർക്ക് കഴിയും. അപ്പോൾ
ഞാൻ ആദ്യം നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരാണ് നന്നായിട്ട് ജീവിക്കുന്നവർ എന്ന് ചോദിച്ചിരുന്നല്ലോ. ആരാണ് നന്നായിട്ട് ജീവിക്കാൻ അറിയുന്നവര്? നമുക്ക് എത്ര ജീവിക്കാൻ അറിയാം, അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിരുന്നു. അപ്പോ ഇനിയൊന്ന് പറയാൻ പറ്റുമോ, എന്തൊക്കെയാ വേണ്ടത് അവർക്ക്? ഞാനൊന്ന് മാറ്റട്ടെ. എന്തൊക്കെയാ വേണ്ടത്? സെൽഫ് അവയർനെസ്സും സെൽഫ് എസ്റ്റീമും വേണം. മാത്രല്ല ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം കിട്ടുന്ന കാര്യങ്ങളോട്. നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ. സെൽഫ് അവയർനെസ് ഉള്ള നന്നായി. ഹലോ, ഉള്ളപ്പോ ഉള്ളത് ഇല്ലാത്തപ്പോ ഇല്ലാത്ത പോലെ ജീവിക്കാൻ പറ്റണ. ഇത് വോയിസ് ക്ലിയർ ഇല്ല. അപ്പോ നന്നായിട്ട് ജീവിക്കാൻ സെൽഫ് അവെയർ ആയിട്ട്, എന്നെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന, നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന, പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാവും, നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഇമോഷൻസിനെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, അവരുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും, അവരുടെ എല്ലാ പറഞ്ഞല്ലോ മാം. എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ലൈഫില് അത് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാല് സ്വല്പം ചെറിയ ചെറിയ എക്സസൈസും ബ്രത്ത് പ്രാക്ടീസും വളരെ കാമാക്കും. നമ്മൾ എക്സസൈസസ് പലതും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒരു അപ്പൊ തന്നെ നമ്മൾ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാന്നൊരു രീതിയിലേക്ക് വരും. ദേഷ്യം വരെയൊക്കെ ചെയ്യും, ഉള്ളിലേക്ക് എടുക്കില്ല നമ്മള് ബോഡി നാശാവുകയില്ല. വളരെ ഒരു നല്ല രീതിയാണ്. അപ്പൊ നമ്മൾ റെസ്പോണ്ട് ചെയ്യുള്ളൂ. നല്ലത്, ഒരു ബഹളം ഉണ്ടാവില്ല. നമുക്ക് ഒഴിയാ ബഹളം വെക്കാൻ വരുന്നവരടുത്തുനിന്ന്. അപ്പോ ആരാണ് നന്നായിട്ട് ജീവിക്കാൻ അറിയുന്നവരെന്ന് പറഞ്ഞാൽ നന്നായിട്ട് സ്വന്തം മനസ്സിലാക്കാൻ പറ്റുന്ന, നല്ല പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന, നല്ല ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, അതിനെ വിമർശനാത്മകമായിട്ട് കാണാൻ പറ്റുന്ന, നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന, നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, നല്ല എംപതറ്റിക്കലി ആളുകളോട് ഇടപഴകാൻ കഴിയുന്ന, തൻ്റെ ഇമോഷൻസിനെ നന്നായിട്ട് മാനേജ് ചെയ്യാനും സ്ട്രെസ്സിനെ കോപ്പ് ചെയ്യാനും പറ്റുന്ന ആളുകൾക്ക് ആണ് നന്നായിട്ട് ജീവിക്കാൻ പറ്റുക. ഈ സ്കില്ലുകൾ നമ്മൾ നമ്മുടെ ലൈഫിൽ ആർജിച്ചെടുക്കേണ്ടതാണ്. അതിനുള്ള കാര്യമാണ് ഇപ്പോൾ മാഡം പറഞ്ഞത്. നമ്മൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, ഇതെങ്ങനെ ഇപ്പൊ ഇത് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, ലൈഫ് സ്കില്ല് ഇതൊക്കെ ചെയ്താൽ നമ്മളൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ എങ്ങനെ ഇത് കുട്ടികളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും? ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കതെങ്ങനെ? ഇപ്പോ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസിനൊന്നും ഇത്ര പോലെ അറിവുകൾ, നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ പേരൻസിന് ഇത്തരം അറിവുകൾ ഉണ്ടായിരുന്നില്ല. ഇത്തരം അറിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതെല്ലാം നമ്മളെ ഇപ്പോഴും ബാധിക്കുന്നുണ്ടാവും. ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഞാനിങ്ങനെ ഒരുപാട് പെട്ടെന്ന് സങ്കടം വരും, പക്ഷെ അതിനെനിക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉമ്മ എനിക്കറിയാം, എൻ്റെ ഉമ്മ നല്ല ബോൾഡാണ്. എന്നാൽ ഒരു സീരിയൽ കാണുന്നത് കരയുന്ന ഒരാളാണ് എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മയുടെ ലൈഫിൻ്റെ ഞങ്ങളുടെ ഫുൾ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഒരു ബോൾഡ്നെസ് ഉമ്മാക്കുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോയതിൻ്റെ. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇത്. പക്ഷെ അതുകൊണ്ട് ആ സ്കില്ല് നമുക്ക് അത് കണ്ടു വളർന്നുകൊണ്ടാവാം ഇത്തരം സ്കില്ലുകൾ നമുക്ക് മാനേജ്
ഓക്കെ. അടുത്തത് ഇപ്പോൾ നമ്മളെങ്ങനെ, ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിൽക്കുന്നത്, നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് ഇൻട്രാക്ഷനിലേക്ക് വരാം. അപ്പോൾ ഹൗ ടു ഡെവലപ്പ് ദ ലൈഫ് സ്കില്ല്, നമ്മൾ ഇപ്പോൾ നമുക്കും ഇത് ചെയ്യാവുന്നതാണ്, അതുപോലെ കുട്ടികൾക്കും നമുക്കിത് ചെയ്തു കൊടുക്കാവുന്നതാണ്. ബ്രെയിൻ സ്റ്റോമിങ്, ഗ്രൂപ്പ് ഡിസ്കഷൻസുകൾ, കേസ് സ്റ്റഡികൾ, ഇതുപോലത്തെ ചിന്തിക്കാവുന്ന രീതിയിലുള്ള ഗെയിംസ്, നല്ല കഥകൾ ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈ ലൈഫ് സ്കില്ല് അവരിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില സ്കൂൾ, CBSE സ്കൂളിലൊക്കെ ലൈഫ് സ്കിൽ എഡ്യൂക്കേറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടേക്കുള്ള സ്കൂളുകൾ, ഇപ്പോൾ ഞാൻ ഇവിടെ ദുബായിലാണല്ലോ, ദുബായിലുള്ള സ്കൂളുകളിലൊക്കെ ഇവർക്ക് ഈ ലൈഫ് സ്കില്ലിനായിട്ട് ഒരു പ്രത്യേക സെഷൻ തന്നെ പല സ്കൂളുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഇത്തരം പിന്നെ അതേപോലെയുള്ളൊരു സാധനമാണ് ഇൻഡ്യൂഷൻസ്. നമുക്ക് ഒക്കെ ചില ഇൻഡ്യൂഷൻസ് തോന്നുമല്ലോ, ഇതാണ് അതാണെന്നല്ല, ഇതേപോലത്തെ ഇൻഡ്യൂഷൻസ് നമ്മുടെ മക്കൾക്കും ഉണ്ടാവും. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഇവര് ഗെയിമുകളും മൊബൈലും ഒക്കെ ആയിട്ട് അഡിക്റ്റ് ആയിട്ടാണ്. കാരണം അവർക്ക് ഒരുപാട് ചിന്തിക്കാനും ഇതിനുള്ള ഒരു 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 സാഹചര്യം അവരായിട്ട് ഉണ്ടാക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ പറയുന്ന ജെൻസി എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടില് അത്തരത്തിലൊരു സാഹചര്യം കുട്ടികൾക്ക് എപ്പോഴും ഫോണ് കൊടുക്കാതിരിക്കുകയും അവരെ ഇവരെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടത്താനുള്ള, അതല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ വീടുകളിലൊക്കെ ഉള്ള ചർച്ചകളിൽ ഇവരെ പങ്കെടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലും കുട്ടികൾ ഇത്തരം സ്കില്ലുകൾ നമുക്ക് ഇതാക്കാം. അപ്പോൾ ഡെയിലി ആക്ടിവിറ്റികളിൽ നമ്മൾ അവരെ പങ്കെടുക്കുക. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുണ്ടാവും, ഷോപ്പിങ്ങിന് പോകാൻ, കുക്കിങ്ങിന്, ക്ലീനിങ്ങിന്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, അവരുടെ ഹെൽത്ത് ഇതാക്കാൻ, ഇത്തരം കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി നമുക്ക് അവരുടെ ലൈഫ് സ്കില്ല് നമുക്ക് വളർത്താൻ പറ്റും. അതേപോലെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ, ചില ടാസ്കുകൾ അവർക്ക് കൊടുത്തിട്ട്, അവരുടെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്തിട്ട്, വളണ്ടിയറിങ്, ഓൺലൈനിൽ അവർ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതിലൊരു ഇത് കൊടുക്കുക, ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ സോഴ്സ്, ഡിസിഷൻ എടുക്കുക, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക, പ്ലാന് ഫ്ലെക്സിബിൾ ആവുക, അവർക്ക് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടെങ്കിൽ അതിൽ അവരെ ഇത് പറയാതെ ഫെയിലിയർ ലൈഫിന്റെ ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുക. അതേപോലെ ഇവരുടെ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്താനുള്ള കാര്യങ്ങൾ നല്ല വായിച്ചാൽ മനസ്സിലാവും. കോൺവെർസേഷൻ, ലിസണിങ്, ടെക്സ്റ്റിങ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, സെൻഡിങ് മെയിൽ, എൻഗേജിങ് വിത്ത് കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ്, ഇതുപോലുള്ള കാര്യങ്ങൾ, സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കുട്ടികൾക്ക് കൊടുക്കുക. ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ ഡ്രഗ്സ്, ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും കുട്ടികൾക്ക് നമ്മളൊരു ഗൈഡായിട്ട് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്താൽ, അവരൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഇതിൽ അർത്ഥമല്ല. അപ്പോൾ എനിക്ക് താഴെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പം ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കൗൺസിലിങ്ങിനൊക്കെ കുട്ടികളെ കൊണ്ടുവരുമ്പോഴേ നമ്മൾ ഭയങ്കര സ്റ്റബേണായിട്ടാണ് മക്കള്, ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്, ഭയങ്കര വാശിയാണ്, പറഞ്ഞാൽ കേൾക്കൂല. ഞാൻ ഈ ലേണിംഗ് ഡിസേബിലിറ്റി ഒക്കെ മാനേജ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനത്തെ കുട്ടികളെ ഒരുപാട് നമുക്ക് കാണാം. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ പറയും ഭയങ്കര വാശിയാണ്. ചിലപ്പോൾ കുട്ടികൾ അങ്ങനെ കൊണ്ടുവരും, 6-7-8 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനവിടെ അവരുടെ ആ കുട്ടികളെ, എനിക്ക് പേടിയാണ് ഇവർ വരുമ്പോൾ കുട്ടികളെ മുന്നിൽ നിന്ന് ഈ കുട്ടികളുടെ കുറ്റങ്ങൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി, ഈ കുട്ടി ഇത് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഞാൻ ആദ്യം ഇതൊക്കെ കുട്ടീനെ മാറ്റി നിർത്തിയിട്ട് ഇവരുടെ പാരൻസിനോട് സംസാരിക്കുക. ആ പാരൻസിനോട് സംസാരിച്ച് ആ കുട്ടിനോട് നമുക്കൊരു 10-15 മിനിറ്റ് സംസാരിക്കുക. 1 മണിക്കൂറാണല്ലോ ഒരു കൗൺസിലിങ്ങിന്റെ സെഷൻ എന്ന് പറയുന്നത്. അതിൽ 10-15 മിനിറ്റ് കുട്ടീനോട് സംസാരിച്ചാൽ അത് കഴിഞ്ഞാൽ ബാക്കി 45 മിനിറ്റ്സും നമ്മൾ എങ്ങനെ നിങ്ങളുടെ കുട്ടീനെ മാനേജ് ചെയ്യാം എന്നുള്ളതിന് ക്ലാസ് പാരൻസിനാണ് കൊടുക്കാറ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ അവരുടെ ചെറിയ കുട്ടിയാവുമ്പോൾ മുതൽ നമ്മൾ അവരെ പരുവപ്പെടുത്തി എടുത്തിട്ട് 8-9 അല്ലെങ്കിൽ പ്രത്യേകിച്ച് ടീനേജിലേക്കൊക്കെ എത്തുമ്പോഴൊക്കെ ആകുമ്പോഴേക്ക് ഈ കുട്ടിയുടെ സ്വഭാവം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇതാവുമ്പോൾ അത് ഭയങ്കര
പിന്നെ നമ്മളാക്കിയെടുത്തതാണ് അങ്ങനെ അവരെ. അല്ലാതെ ആ കുട്ടി അങ്ങനെ ആയി വന്നതല്ല. തെറി പറയുന്ന വീട്ടിലുള്ള ഒരു കുട്ടിയുടെ വായെന്ന് തെറിയേ വരുള്ളൂ. ഞാനത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കലുണ്ട്, എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഉള്ള അച്ഛൻ എഞ്ചിനീയർ, അമ്മ ടീച്ചർ, ഒരു പാരന്റിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ പാരന്റ് അതിന്റെ കുട്ടിക്ക് ഭക്ഷണം ഇഷ്ടമല്ല. ഓക്കെ, എന്നോട് നിർത്താൻ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് കൂടി കംപ്ലീറ്റ് ആകട്ടെ. ഭക്ഷണം ഇഷ്ടമല്ലാത്തത് ഇപ്പോൾ ചെറുപ്പം മുതലേ ഇതിന്റെ അമ്മ ഇതിനിങ്ങനെ കഞ്ഞി കുത്തിക്കയറ്റി അടിച്ചിട്ട് കഴിക്കണില്ല. കുട്ടി കുറച്ച് കഴിയുമ്പോൾ എല്ലാ ടെസ്റ്റും ചെയ്ത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ ഒന്ന് സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോയാൽ എന്താ നോക്കുമ്പോൾ കുത്തിക്കയറ്റി കഞ്ഞി കൊടുക്കുകയാണ്. ആ കഞ്ഞി കൊടുത്ത് കുട്ടിക്ക് അടി ഇങ്ങനെ പിടിച്ച് ഇതാക്കുക, അടി, അതല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെയാകുമ്പോൾ കുട്ടിക്ക് ഭക്ഷണത്തിനോട് വെറുപ്പ് വരികയാണ് ഉണ്ടായത്, അല്ലാതെ കുട്ടിക്ക് വേറെ അസുഖം ഉണ്ടായതല്ല. ഓക്കെ, ഇനി എനിക്ക് എന്തെങ്കിലും, ഞാൻ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എനിക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. ഓക്കെ, ഇത് PPT ഗ്രൂപ്പിലിടൂലേ? ആ ഗ്രൂപ്പിലിടാം. താങ്ക് യു. ഓക്കെ. വേറെ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് അടുത്ത ഒരു സെഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് പിന്നെ സൂമിന് പിന്നെ അടുത്തൊരു ഇതിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നിർത്താൻ പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങൾ മാം, സമീറ മാമിന്റെ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടോ. അപ്പോൾ എന്ത് ചെയ്യാം, ആർക്കെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാമിനോട് ഡയറക്ട്ലി ചോദിക്കാം. അപ്പൊ എന്തായിരുന്നാലും വളരെ സന്തോഷം ഈ ഒരു ലൈഫ് സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്തതിലും, അതേപോലെ തന്നെ ഈ ഒരു സെഷൻ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ ലീഡ് ചെയ്ത നമ്മുടെ സിമിറ മാം സൈക്കോളജിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് എക്സ്പേർട്ട് ആണ്, പേഴ്സണൽ ഗ്രോത്ത് മെന്റർ ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം പിന്നെ PPT ഒക്കെ തയ്യാറാക്കി അതിനുവേണ്ടി സമയം മാറ്റിവെച്ചതിന് വളരെ സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. സമയം ഇല്ലാത്തതുകൊണ്ടാണ് Q&A സെഷൻ അതിന്റെ പേര്. കാരണം നമ്മൾ 8:30 സെഷൻ നമ്മൾ ഏകദേശം ലിങ്ക് ഓപ്പൺ ആക്കാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡയറക്ട്ലി ക്ലോസ് ചെയ്യുന്നത്. മാമിന്റെ നമ്പർ ഒന്ന് ഗ്രൂപ്പിൽ പിന്നെ ചാറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടുമോ? നല്ല സെഷനായിരുന്നു മാം, വളരെ ക്ലിയർ ആയിരുന്നു, സംസാരം വ്യക്തമായിരുന്നു, ശബ്ദം റൈസിങ് സ്ലോയിങ് ഒക്കെ എന്നെ താളബോധത്തോടെ തന്നെ ക്ലാസ് എടുത്തത്. മാം ഒരു ഓക്കെ, മാം പറഞ്ഞല്ലോ ഒരു 3 to 6 years ഉള്ള കുട്ടികൾക്ക് ഫിക്സേഷൻ ഉണ്ടാവുന്നത് അവർക്ക് അമ്മയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ് എന്നുള്ളത്. ഒരു ബോയ് ആണെങ്കിൽ അമ്മയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതല്ല. അതായത് ആ കുട്ടി കാണുന്നത്, ഇപ്പൊ ഒരു ബോയ് ആണെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു വ്യക്തിനെ കാണുന്നത് അതിന്റെ അമ്മയാണ്. ആൺകുട്ടിയാണെങ്കിൽ, പെൺകുട്ടിയാണെങ്കിൽ അച്ഛനെയാണ്. ഹലോ, കേൾക്കാം. അപ്പൊ അവിടെ അവർക്ക് വരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താ? ആ സമയത്ത് അപ്പൊ പെൺകുട്ടീന്റെ കാര്യത്തില് അച്ഛനും നല്ല കെയറിങ്ങും കാര്യങ്ങളും, അതേ പറഞ്ഞാൽ നല്ല അച്ഛനായിരിക്കണം, നല്ല അമ്മയായിരിക്കണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവിടെ ഒരു കെയറിങ് കാര്യങ്ങൾ ആ സമയത്ത് കിട്ടണമല്ലോ. ഒരു സെക്യൂർ, സേഫ്റ്റി, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഇപ്പം അവിടെ ഒരു നമുക്ക് ആ കുട്ടിക്ക് ട്രസ്റ്റ് ഉണ്ടാവുന്ന രീതിയിലുള്ള കെയറിങ്ങും കാര്യങ്ങളും കിട്ടിയിട്ടില്ലെങ്കിൽ, അത് പ്രത്യേകിച്ച് ആൺകുട്ടിക്കാണെങ്കിൽ അമ്മേന്റെ അടുത്തുനിന്ന്, പെൺകുട്ടിക്കാണെങ്കിൽ അച്ഛന്റെ അടുത്തുനിന്ന് ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് ഫിക്സേഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഈ ശരിക്കും അവര് ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? ഒരു 3 to 6. എനിക്ക് എന്റെ 3 to 6 5 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ട്. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. ഞാൻ ഒരു മിനിറ്റ്, എന്നോട് ഇത് പേഴ്സണലി ചോദിക്കുവോ? ഞാന് പറഞ്ഞുതരാം. ഇത് എന്നോട് നിർത്താൻ പറയുന്നുണ്ട് അവർക്ക് അടുത്ത സമയമായതുകൊണ്ട്. ഹലോ,
ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാവുമായിരിക്കും. ഗ്രൂപ്പിൽ ആകാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വരാം. എനിക്ക് ടൈം ഉണ്ട്, ഇവർക്ക് ഇത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഗ്രൂപ്പിൽ എന്ന് പറയുമ്പോ സ്നേഹ മാമിലെ ഈ ഒരു ഗ്രൂപ്പില് അല്ല, വിംബിളിന്റെ വേറെ ഗ്രൂപ്പ് പറഞ്ഞുകൊടുത്താ പോരെ, നമ്പർ പറഞ്ഞൂടെ? എങ്ങനെ? ഒരു മിനിറ്റ്, നമ്പർ പറഞ്ഞു കൊടുത്തൂടെ? ആ നമ്പർ ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ നമ്പർ ഒന്ന് പറഞ്ഞോളൂ മാം, ഒന്നുകൂടി പറഞ്ഞോ. 82 81 86 12 08. ഓക്കെ, ഓക്കെ എല്ലാവർക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു സാധനം കൂടി പറഞ്ഞിട്ട് ഒരു മിനിറ്റ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. ആ പരിഹാരം, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിഹാരം ഉണ്ടാക്കുള്ളൂ. കൗൺസിലിങ്ങിൽ ഒരു പോയിന്റ് ഉണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൂ. അല്ലാതെ എല്ലാ പരിഹാരങ്ങൾക്കും പ്രശ്നം കണ്ടെത്തുന്ന ആളുകളല്ല സൈക്കോളജിസ്റ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ആ പരിഹാരം കണ്ടെത്താനുള്ള സ്കില്ലുണ്ട്. ആ സ്കില്ലിനെ നിങ്ങൾ എന്താ പറയാ, ഇത്തരം ലൈഫ് സ്കില്ലുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ പരിപോഷിപ്പിക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങളുടെ എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു, സ്നേഹങ്ങൾ അറിയിക്കുന്നു. വിശേഷം സന്തോഷം ഉണ്ട്. എന്തായിരുന്നു സമീറ മാം? ഗ്രൂപ്പ് ഉണ്ടല്ലോ അല്ലെ? ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇത് പല ഗ്രൂപ്പുകളിൽ നിന്ന് ലിങ്ക് ഷെയർ ചെയ്ത് വന്നവരുണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ശരി, താങ്ക് യു എവരിവൺ. ബൈ ബൈ.